വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ്, ഒരു സൈബർ സെക്യൂരിറ്റി ന്യൂസ് ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്കിനേക്കാളും കൂടുതൽ ഷെയർ ആണ് വേണ്ടത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു പണി കിട്ടി. പണി എന്ന് പറയാൻ വെച്ചാൽ 8ന്റെ മുട്ടം പണിയാണ്. അതായത് ആ ആൾ അയക്കാത്ത മെസ്സേജ് കിട്ടിയ ആൾ പറഞ്ഞ ആ ആൾ അയച്ചു എന്ന്, എൻ്റെ സുഹൃത്ത് അയച്ചു എന്ന് പറഞ്ഞിട്ട് സുഹൃത്തിൻ്റെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ എന്ത് ചാറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അങ്ങനത്തെ ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വന്നു വാട്സപ്പിൽ. വാട്സപ്പ് ആവാം, മെസ്സഞ്ചർ ആവാം, ഏതാവും. അപ്പോൾ അതെങ്ങനെ? അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ അയച്ചിട്ടില്ല, അങ്ങനെ ഒരു ചാറ്റേ ചെയ്തിട്ടില്ല. പക്ഷേ ആൾ ചാറ്റ് ചെയ്യുന്ന പോലെ ആളുടെ DP ഡിസ്പ്ലേ പിക്ചർ ഉണ്ട്, പിന്നെ അതിലുള്ള ബാക്കി കാര്യങ്ങൾ. നമ്മളൊരു ഫോണിൽ വാട്സപ്പ് ആണെങ്കിലും മെസ്സഞ്ചർ ആയാലും ആ സ്ക്രീൻ ഉണ്ടല്ലോ കറക്റ്റായിട്ട്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഡിസൈനിങ് ഒന്നുമല്ല. അപ്പം അതെന്താണ്, എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ നമുക്കത് കവർ ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് ഒരു വെബ്സൈറ്റ്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോയി. കാരണം ആർക്ക് വേണമെങ്കിലും ആരെങ്കിലും ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടാക്കിയാൽ നമ്മൾ വിശ്വസിക്കും. കാരണം അത്രയും പെർഫെക്റ്റായിട്ട് ആ ചാറ്റ് മെസ്സേജ്. ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം. പക്ഷേ അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറയാത്തത്. അതായത് ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ ഫേക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ചാറ്റുകൾ, നമ്മളിപ്പോൾ ചാറ്റ് ചെയ്യുന്ന പോലെ ലവറായിട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ചാറ്റ് ചെയ്യുന്ന രീതിയിലോ ഫ്രണ്ട്സ് ചാറ്റ് ചെയ്യുന്ന രീതിയിലോ, അപ്പോൾ പൈസ തരാത്തവർ എന്നെ തന്നു, നീ തന്ന പൈസ എനിക്ക് കിട്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ട്, കടം തന്ന പൈസ കിട്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൈസേൻ്റെ ഒബ്ലൈസ്ഡ് ആവും. അതേപോലെ കാമുകന്മാർ തെറ്റിക്കഴിഞ്ഞാൽ ഇയാൾ എന്നെ ഒരു പെൺകുട്ടി പറയുകയാണ് ഇയാൾ എനിക്കിങ്ങനെ വൾഗറായിട്ട് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട് കാണിച്ചാലോ, അതേപോലെയുള്ള മെസ്സേജ് ഉണ്ടാക്കുക. ശരിക്കും അത് വാട്സപ്പിൽ നിന്നല്ല, ഈ ഒരു സൈറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാണ്. ഈവൻ ഇഫ് അവരെ ഡിസ്പ്ലേ പിക്ചർ വരെ, അതായത് DP വരെ കറക്റ്റായിട്ട്. അപ്പോൾ DP പറയും DP സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തു, നമുക്ക് വാട്സപ്പിൽ DP സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഏതാ രീതിയിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണാൻ ഐ ബട്ടണിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ DP വരെ മിസ്യൂസ് ചെയ്തിട്ട് ഫോണിൻ്റെ ബാറ്ററി ലെവൽ വരെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വാട്സപ്പ് ചാറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പറയും ഇത് സൈബർ സെല്ലിന് കൊടുത്തു കഴിഞ്ഞാൽ തെളിയിക്കാൻ പറ്റില്ല, കേസ് കൊടുത്തൂടെ? യെസ് പറ്റും. കാരണം എന്താ, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഡേ സൈബർ തട്ടിപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ചാറ്റ് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെയൊക്കെ ഓഫീസ് പറഞ്ഞാൽ US-ലാണ്. അപ്പം ഇത് ചാറ്റ് ജെനുവിനാണോ അല്ലയോ എന്ന് അറിഞ്ഞു വരണമെങ്കിൽ ടൈം എടുക്കും. അതായത് ഇവിടുന്ന് നമ്മൾ സൈബർ സെല്ലിൽ കൊടുത്ത് അവിടെ SP ഓഫീസിൽ പോയി, അവിടുന്ന് നമ്മൾ ഇൻ്റർപോൾ വഴിക്ക് US പോയി അവിടെ ചെക്ക് ചെയ്ത് ഫേസ്ബുക്കിൻ്റെ സെർവറിൽ നിന്ന് ചെക്ക് ചെയ്ത് ഇതേ വഴിയിലൂടെ വരുമ്പോഴേക്കും ഒരു 3 മാസമാവും. അതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ഒരു മോശം ഫോട്ടോ വീഡിയോ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിനെ അറസ്റ്റ് ചെയ്യാം, റിമാൻഡ് ചെയ്യാം, മാനം പോയി, ഒക്കെ പോയി. പിന്നെ തെളിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഫേക്കാണ്. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ചാറ്റിങ്ങിനൊക്കെ മിസ്യൂസ് ചെയ്യും. അങ്ങനത്തെ ഫേക്കിൽ ആരെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഫേക്കാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളായിട്ട് തന്നെ സൈബർ കംപ്ലൈൻറ്റ് കൊടുക്കുക. കാരണം ഇത് നിങ്ങൾക്ക് വളരെ മോശമാണ്. കാരണം ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ആണ് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ആരുടെ പേരിൽ വേണമെങ്കിലും ആര് ചാറ്റ് ചെയ്ത രീതിയിലും, ചാറ്റ് മാത്രമല്ല ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ട് അതേപോലെ ഉണ്ടാക്കുക ആ സൈറ്റിൽ. അതേപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ, യൂട്യൂബിൽ വീഡിയോയിൽ കമൻ്റ് ഇട്ട രീതിയിൽ സ്ക്രീൻഷോട്ടിൽ ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഫേക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെബ്സൈറ്റാണ്. അത് ഇന്ത്യയിൽ ബാൻ ചെയ്യണം, ശരിക്കും വേൾഡിൽ തന്നെ ബാൻ ചെയ്യണം. പക്ഷെ അത് നമുക്ക് ഞാൻ റിപ്പോർട്ടൊക്കെ ആ സൈറ്റിനെതിരെ അടിച്ചു. പക്ഷെ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യം അത് ഇപ്പോഴും ഗൂഗിളിൽ സെർച്ചിൽ വണ്ണെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ആരും മിസ്യൂസ് ചെയ്യരുത്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുക, ആരും മിസ്യൂസ് ചെയ്യരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.